എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ കോളേരി ഡയറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പോകുന്നത് ഞങ്ങളുടെയൊക്കെ ചെറുപ്പത്തിൽ ടിപ്പു സുൽത്താൻ്റെ കോട്ടയെന്ന് പറയും, ഇപ്പോൾ ജൈന ക്ഷേത്രം എന്നറിയപ്പെടുന്ന നമ്മുടെ സുൽത്താൻ ബത്തേരി ജൈന ക്ഷേത്രത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. അവിടെ ഞാൻ എത്തുമ്പോൾ ഒരുപാട് കുട്ടികളുണ്ട് കേട്ടോ. ഇപ്പം ഒരുപാട് ടൂറിസ്റ്റുകൾ അവിടെ വരുന്നുണ്ട്. ജൈനമത വിശ്വാസപ്രകാരം 24 തീർത്ഥങ്കരന്മാരാണുള്ളത്. 24 തീർത്ഥങ്കരനായ വർത്തമാന മഹാവീരനാണ് ഈ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ. തീർത്ഥങ്കരന്മാരെന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രപഞ്ച സത്യത്തെ മനസ്സിലാക്കുകയും അത് ജീവിതചര്യയാക്കുകയും അത് മറ്റുള്ളവരിലേക്ക് പകർന്നു നൽകുകയും ചെയ്യുന്ന വ്യക്തിത്വങ്ങളെയാണ് നമ്മൾ തീർത്ഥങ്കരന്മാരെന്ന് പറയുന്നത്. വർഷങ്ങൾക്ക് മുൻപ് ഇവിടെ ജൈനമതസ്ഥർ തിങ്ങിപ്പാർത്തിരുന്ന സ്ഥലമായിരുന്നു. അന്ന് ഈ സ്ഥലം അറിയപ്പെട്ടിരുന്നത് ഹനരുട് ബീതി എന്നായിരുന്നു. ഹനരുട് ബീതി എന്ന കന്നഡ വാക്കിൻ്റെ അർത്ഥം 12 തെരുവ് എന്നാണ്. കാലക്രമേണ നമ്മുടെ ഗണപതി ക്ഷേത്രവും എല്ലാം വന്ന് ജൈനമതസ്ഥർ ഇവർ കർണാടകയിൽ നിന്ന് ഇവിടെ വന്നവരാണ്. തിരിച്ച് ഇവർ കന്നഡയിലേക്ക് പോവുകയും അങ്ങനെ നമ്മുടെ സുൽത്താൻ ബത്തേരി ഗണപതി വട്ടം എന്ന പേരിലാണ് അറിയപ്പെട്ടത്. പിന്നെയാണ് കാലക്രമേണ സുൽത്താൻ ബത്തേരിയായി മാറിയത്. ഒരുപാട് ചിത്രപ്പണികളുള്ള തൂണുകളാണ് ഈ ക്ഷേത്രത്തിനുള്ളത്. ടിപ്പു സുൽത്താൻ്റെ ആക്രമണത്തിൽ തകർന്നുപോയി. ഇപ്പോൾ ഇവിടെ വന്നിട്ട് ഫോട്ടോഷൂട്ട് അതുപോലെയുള്ള ഇതൊക്കെയാണ് ചെയ്യുന്നത്. മുൻപുള്ളതിൽ കഴിഞ്ഞും കൂടുതൽ സന്ദർശകർ ഇപ്പോൾ ഇവിടെ വരുന്നുണ്ട് കേട്ടോ. ആദ്യമൊക്കെ നമുക്ക് ഇതേപ്പറ്റി പറഞ്ഞു തരാനും അതുപോലെ അതെല്ലാം നമ്മുടെ കൂടെ നടന്ന് എല്ലാം പറഞ്ഞു തരാനൊരു ഗൈഡ് മാതിരി ഒരു സെക്യൂരിറ്റി ഉണ്ടായിരുന്നു അവിടെ. ഇപ്പോൾ പിന്നെ അങ്ങനെയൊന്നും കാണുന്നില്ല. ഇത് കണ്ടില്ലേ, ക്ഷേത്രത്തിൻ്റെ തൂണുകളിലൊക്കെ ചിത്രപ്പണികളാണ്. ഒരു മനുഷ്യൻ്റെ അധ്വാനത്തിന് ഇത് സാധിക്കുമെന്നുള്ളത് അതിപ്പം ഇവിടെ മാത്രമല്ല, നമുക്ക് ഉള്ള ക്ഷേത്രങ്ങൾ മുഴുവൻ ഒരു സൗകര്യവും ഇല്ലാതിരുന്ന കാലത്ത് അത് ഉണ്ടാക്കിയിരിക്കുന്ന ആ രൂപകൽപ്പന കണ്ടാൽ തന്നെ നമ്മൾ അന്തം വിട്ടു പോകും അല്ലേ. ഇന്ന് ആധുനിക സൗകര്യങ്ങളും എല്ലാം ഉണ്ട്, എന്നാലും ഇതുപോലെയുള്ള ഒരു ഇതും നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കുന്നില്ല. കുട്ടികളെല്ലാം ഭയങ്കര സന്തോഷത്തിലാണ്. എനിക്ക് ശരിക്കും ഒരിതിലിത് ഷൂട്ട് ചെയ്യാൻ പറ്റുന്നില്ല, പക്ഷെ അവരൊക്കെ നല്ല സന്തോഷത്തിലാണ്. അവർ നമ്മുടെ ക്യാമറയ്ക്കൊക്കെ പോസ് ചെയ്തു. ഇതാണ് കിണർ. ഈ കിണറിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ചതുര കിണറാണ്. ഇതിൻ്റെ ആഴം എത്രയാണെന്ന് നമുക്ക് മനസ്സിലായിട്ടില്ല. ഇതങ്ങോട്ട് ഒരു ഇത്രയും ഈ കാണുന്ന ഈ ഒരു ഇതിൽ തന്നെ ഉള്ളൂ. ഇതിങ്ങനെ ചതുരമായിട്ട് ഇങ്ങനെ ചതുരം താഴേക്ക് ചതുരമായിട്ടാണ്. അതുപോലെ അതിൻ്റെ ഭിത്തി സുൽത്താൻ ബത്തേരിയൊക്കെ സംബന്ധിച്ച് മണ്ണ് നല്ല ഇളക്കമുള്ള മണ്ണാണ്. മറ്റേ മലപ്പുറം ഭാഗത്തൊക്കെയാണ് വെട്ടുകല്ല് ഇങ്ങനെ വെട്ടി ഇങ്ങനെ ഉണ്ടാക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇത് ഏകദേശം ഗ്രാനൈറ്റ് പതിപ്പിച്ച മാതിരിയാണ്. അന്നത്തെ പണിയാണ്. ഇതിൽ വേറുള്ളൊരു പണിയും ചെയ്തിട്ടില്ല, പതിപ്പിച്ച പോലെയാണ്. ഈ കിണർ ഒരു മഹാ അത്ഭുതമാണ്. ഇത് കാണേണ്ടവർ നമ്മുടെ സുൽത്താൻ ബത്തേരിയിൽ തന്നെ വന്നിട്ട് ജൈനക്ഷേത്രം കാണണം. കുട്ടികളെല്ലാം തിരിച്ചു പോവുകയാണ് കേട്ടോ. അതുപോലെ നമുക്കും പോകാൻ സമയമായി. ഇന്നിപ്പോൾ ഒരുപാടൊന്നും നമ്മുടെ ഈ ജൈനക്ഷേത്രം എടുക്കാൻ പറ്റിയിട്ടില്ല. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ക്രൗഡായിട്ട് ഇരുന്നുകൊണ്ട് അതിന് നമുക്ക് ഒറ്റയ്ക്കുള്ള ആ ഒരു ചിത്രങ്ങൾ ഇതിൽ കിട്ടിയിട്ടില്ല. അപ്പോൾ ഇനി നമുക്ക് പിന്നീട് ഒരിക്കൽ പോയിട്ട് നല്ല രീതിയിൽ ഇത് ഷൂട്ട് ചെയ്യാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി പുതിയൊരു വീഡിയോയുമായിട്ട് വരാമെന്നുള്ള വിശ്വാസത്തോടു കൂടി ഞാൻ നിർത്തട്ടെ. എല്ലാവർക്കും നന്ദി, നമസ്കാരം. നമ്മുടെ വീഡിയോ ഒക്കെ എല്ലാവരും കാണണം കേട്ടോ.